Hello, welcome to Students Learning. ഇന്ന് നമ്മൾ ഒരു സ്പെസിഫിക് ടോപ്പിക് അല്ല ഡിസ്കസ് ചെയ്യുന്നത്. മാത്സ് ബുദ്ധിമുട്ടായിട്ടുള്ളവർക്ക് പിന്നെ എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്ന് അറിയാത്തവർക്കുമായിട്ട് ഒരു ബേസിക് കൺസെപ്റ്റ് എങ്ങനെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം എന്നുള്ള രീതിക്കാണ് എടുക്കുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന അടുത്ത വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എല്ലാ PSC എക്സാമിനും 20 മാർക്കിന് മാത്സിൽ നിന്ന് ചോദിക്കാറുണ്ട്. മാത്സ് മനസ്സിലാക്കി പഠിച്ചാൽ വളരെ ഈസിയാണ്. അപ്പോൾ ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട കാര്യമില്ല. പിന്നെ തുടക്കക്കാർക്ക് ഇത് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ തുടക്കമാണെങ്കിൽ വലിയ ടഫ് പോർഷൻസ് ആദ്യം എടുക്കാതിരിക്കുക. ബേസിക് അതായത് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അതായത് ഗുണനം, ഹരണം, കൂട്ടുക, കുറയ്ക്കുക, അതൊക്കെ ആദ്യം മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിൻ്റെയെങ്കിലും അറിഞ്ഞിരിക്കുക. അപ്പോൾ അതും നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒത്തിരി ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് വന്നോളും മനസ്സിലാക്കി. അങ്ങനെ ചെറിയ ചെറിയ പോർഷൻസിൽ നിന്ന് പഠിച്ചു തുടങ്ങി നിങ്ങൾ വലുതിലേക്ക് എത്തിയാൽ മതി. അപ്പോൾ തന്നെ മാത്സ് ഈസി ആയിട്ട് തോന്നും. തുടക്കക്കാർ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടത് സ്ക്വയർ, 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് എല്ലാവരും അറിഞ്ഞിരിക്കുക. ക്യൂബ്, അതുപോലെ തന്നെ 10 വരെയുള്ള നമ്പേഴ്സിൻ്റെ ക്യൂബ് അറിയണം. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, ഈ 3 കാര്യങ്ങൾ മാത്രം ഓർത്തിരുന്നാൽ മതി. പിന്നെ സ്ക്വയർ എങ്ങനെ വേഗത്തിൽ കണ്ടുപിടിക്കാമെന്ന് ഞാനൊരു ക്ലാസ് ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് കാണാത്തവർക്കായി കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക. അപ്പോൾ നമ്മളിനി ഓരോ ടോപ്പിക്ക് കവർ ചെയ്യുമ്പോഴും അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ബേസിക് കാര്യങ്ങൾ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല, കാരണം ടൈം ഒത്തിരി എടുക്കും. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാമെന്ന് വിചാരിച്ചത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് മാത്സ് അത്രയും ടഫായിട്ടുള്ളവർ മാത്രം ഇത് കണ്ട് മനസ്സിലാക്കി അടുത്ത ക്ലാസ്സുകൾ കാണുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ വരുന്ന മൾട്ടിപ്ലിക്കേഷനും ബാക്കി എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നും. നമുക്ക് ആദ്യം തന്നെ സൈൻ ലോസ്, അതായത് ചിഹ്ന നിയമങ്ങൾ നോക്കാം. അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അതായത് കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും ഗുണിക്കുമ്പോഴും ഹരിക്കുമ്പോഴും വ്യത്യസ്ത ചിഹ്നങ്ങൾ വന്നാൽ എന്ത് ചെയ്യും, അതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അഡിഷൻ്റെയും സബ്ട്രാക്ഷൻ്റെയും റൂൾസ് നോക്കാം. അതായത് കൂട്ടുവാനും കുറയ്ക്കുവാനും. കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് ഒരേ ചിഹ്നമാണ് ചോദിക്കുന്നതെങ്കിൽ, അതായത് സെയിം സൈനാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ കൂട്ടിയിട്ട്, അതായത് ആഡ് ചെയ്തിട്ട് സെയിം സൈൻ, അതേ ചിഹ്നം ഇടുക. അപ്പോൾ കൂട്ടാനും കുറയ്ക്കാനും വരുമ്പോൾ ഒരേ ചിഹ്നമാണെങ്കിൽ കൂട്ടുക, കൂട്ടിയിട്ട് അതേ ചിഹ്നം ഇടണം. അടുത്ത് വ്യത്യസ്ത ചിഹ്നമാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്, കൂട്ടുകയല്ല വേണ്ടത്. സബ്ട്രാക്ട് ചെയ്തതിന് ശേഷം വലുതിൻ്റെ ചിഹ്നമാണ് ഇടേണ്ടത്, ഗ്രേറ്റർ സൈൻ. അപ്പോൾ ഈ കാര്യം ഓർത്തുകൊള്ളുക. ഒരേ ചിഹ്നമാണ് ഈ കൂട്ടാനും കുറയ്ക്കാനും ചോദിക്കുമ്പോൾ ഒരേ ചിഹ്നമാണ് വരുന്നതെങ്കിൽ കൂട്ടിയിട്ട് അതേ ചിഹ്നം ഇടുക. വ്യത്യസ്ത ചിഹ്നമാണെങ്കിൽ കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 5 + 6 ഇതെല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. 11 ആണ് ആൻസർ. കാരണം ഇവിടെ 5ന് സൈൻ ഒന്നും തന്നിട്ടില്ല എങ്കിൽ അതിൻ്റെ മീനിങ് അത് പ്ലസ് എന്ന് തന്നെയാണ്. രണ്ടും സെയിം സൈൻ ആണ്. ആഡ് ചെയ്തിട്ട് അതേ ചിഹ്നം പ്ലസ് തന്നെയാണ്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. -5 - 6 ഒരേ ചിഹ്നമാണ് രണ്ടും ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകയാണ് ചെയ്യുന്നത്, കൂട്ടിയിട്ട് അതേ ചിഹ്നം ഇടുക. -11 ആയിരിക്കും ആൻസർ. അപ്പോൾ അതാണ് ആദ്യം പറഞ്ഞത്. ഒരേ ചിഹ്നമാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതെങ്കിൽ കൂട്ടിയിട്ട്, കുറയ്ക്കുകയല്ല വേണ്ടത്, കൂട്ടിയിട്ട് അതേ ചിഹ്നം ഇടുക. ഇനി വ്യത്യസ്ത സൈനാണ് ചോദിക്കുന്നതെങ്കിൽ നോക്കാം. ഇവിടെ -5 - 6, അതായത് 1 മൈനസും 1 പ്ലസുമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്ലസ് നടുക്ക് കണ്ടിട്ട് നിങ്ങൾ കൂട്ടരുത്, അത് തെറ്റാണ് ആൻസർ. വ്യത്യസ്ത ചിഹ്നം വരുമ്പോൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്, കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം. ഇവിടെ 6ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ 1 കിട്ടും, വലുതിൻ്റെ ചിഹ്നം പ്ലസ് ആണ്. അപ്പം +1 പ്ലസ് വരുമ്പോൾ നമ്മൾ എഴുതില്ല, 1 തന്നെയാണ് അതിൻ്റെ മീനിങ്. ഇനി ഇതിൻ്റെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. +5 - 6 എന്താ ഇതിൻ്റെ മീനിങ്? ഇവിടെയും വ്യത്യസ്ത സൈനാണ് വന്നിരിക്കുന്നത്. ഇവിടെ സൈൻ തന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ മീനിങ് +5, ഇവിടെ -6. അപ്പോൾ രണ്ടും വ്യത്യസ്ത ചിഹ്നമാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് കുറയ്ക്കുക. ഇവിടെ 6ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ 1 കിട്ടും, വലുതിൻ്റെ ചിഹ്നം മൈനസ് ആണ്. അപ്പോൾ ഇതായിരിക്കും ആൻസർ. അപ്പോൾ ഈ 4 കേസ് ഓർത്തുകൊള്ളുക. ഒരേ സൈനാണ് വരുന്നതെങ്കിൽ കൂട്ടുക, കൂട്ടിയതിന് ശേഷം അതേ സൈൻ തന്നെ കൊടുക്കുക. ഡിഫറൻറ്റ് സൈനാണ് ചോദിക്കുന്നതെങ്കിൽ എപ്പോഴും കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം, എന്നിട്ട് വലുതിൻ്റെ സൈൻ കൊടുക്കുക. അപ്പോൾ ഈ 2 എക്സാമ്പിളും ഓർത്തുകൊള്ളുക. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും, അതായത് ഗുണനവും ഹരണവും നോക്കാം. ഗുണനവും ഹരണവും ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒരേ ചിഹ്നമാണെങ്കിൽ, അതായത് സെയിം സൈനിലാണ് ക്വസ്റ്റ്യൻ എങ്കിൽ എപ്പോഴും ആൻസർ പോസിറ്റീവ് ആയിരിക്കും. ഓർത്തു വയ്ക്കുക, സെയിം സൈൻ ആണെങ്കിൽ ആൻസർ എപ്പോഴും പ്ലസ്സേ ഇടാവൂ. ഡിഫറൻറ്റ് സൈനാണ് ചോദിക്കുന്നതെങ്കിൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും.
നമുക്ക് എക്സാമ്പിൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. 5 × 6 6 5 30 ഇതെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് തന്നെയാണ് അവിടെ ഉദ്ദേശിച്ചത്, സെയിം സൈൻ. ഇവിടെ സൈൻ തന്നിട്ടില്ല, അതിന്റെ മീനിങ് +5 +6 ആണ്. അപ്പോൾ ഒരേ ചിഹ്നമല്ലേ, സെയിം സൈൻ ആണെങ്കിൽ പ്ലസ് തന്നെയാണ് ആൻസറിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. -5 × -6 ഇവിടെയും സെയിം കേസ് ആണ്. 30 വരും, 6 5 രണ്ടിനും മൈനസ് ഉണ്ട്. അപ്പോൾ ഒരേ ചിഹ്നമാണ് രണ്ടിടത്തും വരുന്നതെങ്കിൽ അത് മൈനസ് ആയിക്കോട്ടെ പ്ലസ് ആയിക്കോട്ടെ എന്തായാലും കുഴപ്പമില്ല, എപ്പോഴും ആൻസർ പോസിറ്റീവേ വരുള്ളൂ. അപ്പോൾ ഈ രണ്ട് കേസ് ഓർത്തുകൊള്ളുക. ഒരേ സൈനാണ് വരുന്നതെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് പ്ലസ് തന്നെ ആയിരിക്കും. ഇനി ഡിഫറൻറ്റ് സൈനാണ് വരുന്നതെങ്കിൽ നോക്കാം. അതായത് 1 മൈനസും 1 പ്ലസും. ഇവിടെ 5 മൈനസ് ആണ്, 6 പ്ലസ് ആണ്. അപ്പോൾ ആൻസർ എപ്പോഴും 30. സൈൻ വരുന്നത് ഡിഫറൻറ്റ് സൈൻ ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും ആൻസർ. ഇനി ഇത് തിരിച്ചായാലും, അതായത് 5-ന് മൈനസ് ഇല്ല, 6-നാണ് മൈനസ് വരുന്നതെങ്കിലും സെയിം തന്നെയാണ്, കാരണം ഡിഫറൻറ്റ് സൈൻ ആണ്. 1 പ്ലസും 1 മൈനസും. അപ്പോൾ ആൻസർ എപ്പോഴും മൈനസ് ആയിരിക്കും. അപ്പോൾ ഇത് ഓർത്ത് കളയുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഡിവൈഡ് ചെയ്യുമ്പോഴും. ഡിവിഷൻ്റെ കാര്യം കൂടി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ 30/5 എല്ലാവർക്കും അറിയാം 6 ആണ്. സൈൻ രണ്ടും പ്ലസ് തന്നെയാണ്, ആൻസറും പ്ലസ്. ഇനി നമുക്ക് നെഗറ്റീവ് ആണെങ്കിലോ, -30 -5 ആണ് ചോദിക്കുന്നതെങ്കിലോ അതും പോസിറ്റീവ് ആയിരിക്കും ആൻസർ. കാരണം നമ്മൾ പറഞ്ഞു രണ്ടും ഒരേ സൈൻ ആണെങ്കിൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. ഇതിപ്പോൾ അല്ലാതെ തന്നെ ഓർത്തിരിക്കാൻ, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ക്യാൻസൽ ആയിപ്പോൾ അപ്പോൾ ആൻസറിൽ വരില്ല, അങ്ങനെ ഓർത്താലും മതി. ഇനി വ്യത്യസ്ത ചിഹ്നമാണെങ്കിലോ, -30/5 ആണെങ്കിൽ ആൻസർ 6 ആയിരിക്കും. ഇവിടെ പറഞ്ഞു ഡിഫറൻറ്റ് സൈൻ, അതായത് 1 നെഗറ്റീവും 1 പ്ലസും, ആൻസർ -6. തിരിച്ചാണെങ്കിലോ, അതായത് മുകളിൽ മൈനസ് ഇല്ല, താഴെയാണ് നമുക്ക് മൈനസ് തന്നിരുന്നാലും ഇതിന്റെ സെയിം മീനിങ് തന്നെയാണ്, -6 ആയിരിക്കും ആൻസർ വരുന്നത്. അപ്പോൾ ഓർത്തുകൊള്ളുക, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒരേ സൈനാണ് ചോദിക്കുന്നതെങ്കിൽ ആൻസർ എപ്പോഴും പ്ലസ് ആയിരിക്കും. ഡിഫറൻറ്റ് സൈൻ, അതായത് 1 നെഗറ്റീവ് 1 പോസിറ്റീവ് ആണെങ്കിൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ അഡിഷൻ്റെ സബ്ട്രാക്ഷൻ്റെ ഞാൻ ഒന്നുകൂടെ പറയാം. ഒരേ ചിഹ്നമാണ് വരുന്നതെങ്കിൽ കൂട്ടിയിട്ട് അതേ ചിഹ്നം കൊടുക്കുക. വ്യത്യസ്ത ചിഹ്നമാണെങ്കിൽ എപ്പോഴും വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, എന്നിട്ട് വലുതിൻ്റെ ചിഹ്നം കൊടുക്കുക. ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് പേർക്കെങ്കിലും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മൾ 100 അല്ലെങ്കിൽ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പോയിന്റ് എങ്ങോട്ട് മാറ്റും, ഇടതോട്ട് പോവുമോ വലത് പോകുമോ? അപ്പോൾ അത് കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് കാണും. നമുക്ക് അതൊന്ന് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് വയ്ക്കുക. 55 ÷ 100 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇതിൻ്റെ മീനിങ് 0, 2 0 മാറ്റിയാണ് പോയിന്റ് അപ്പോൾ വരേണ്ടത്. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കുക, ഡിവിഷനാണ് വരുന്നതെങ്കിൽ പോയിന്റ് എപ്പോഴും ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോയിന്റ് എപ്പോഴും റൈറ്റ് സൈഡിലായിരിക്കും. അത് ഓർത്തുകൊള്ളുക. ഡിവിഷൻ ആണെങ്കിൽ പോയിന്റ് എപ്പോഴും ലെഫ്റ്റ് സൈഡ് ആയിരിക്കും. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ പോയിന്റ് റൈറ്റ് സൈഡിലേക്കാണ് നീക്കേണ്ടത്. ഇവിടെ നോക്കാം. അപ്പോൾ 2 0 ഉണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം. അപ്പോൾ പറഞ്ഞു ലെഫ്റ്റിലേക്കാണ് പോയിന്റ് ഇടേണ്ടത്. ഇതിൻ്റെ മീനിങ് പോയിന്റ് അതിൻ്റെ എൻഡിലുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ നമ്മളിവിടെ 2 0 ഉള്ളത് കൊണ്ട് 2 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുക. ഇവിടെ ഈ വരുന്ന പോയിന്റിന് 1 സ്ഥാനം മാറ്റി അടുത്ത് 2 സ്ഥാനം മാറ്റുമ്പോൾ ഇവിടെയാണ് അത് വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 0.55. അപ്പോൾ ഇതിങ്ങനെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു 0 കൊടുക്കും. ഇതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതേണ്ടത്. ആൻസർ 0.55 ആയിരിക്കും. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. 5.5/100 ഇങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞു ഡിവിഷൻ വരുമ്പോൾ പോയിന്റ് എപ്പോഴും ലെഫ്റ്റ് സൈഡിലേക്കാണ് നീക്കേണ്ടത്. ഇവിടെ 2 0 ഉണ്ട്. അതിൻ്റെ മീനിങ് 2 സ്ഥാനം മാറ്റണം പോയിന്റ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു 2 സ്ഥാനം ഇടത്ത് സൈഡിലാണ് മാറ്റേണ്ടത്. അപ്പോൾ ഇവിടെ കിടക്കുന്ന പോയിന്റിനെ നമ്മൾ 2 സൈഡ് ഇങ്ങോട്ട് നീക്കുക. അപ്പോൾ 1 സ്ഥാനം മാറ്റുമ്പോൾ അത് ഇവിടെ വരും. ഇനി മാറ്റാൻ സ്ഥലമില്ല, വേറെ നമ്പേഴ്സ് ഇല്ല. അപ്പോൾ എന്താ ചെയ്യുക? നമ്പേഴ്സ് ഇല്ല എങ്കിൽ 0 കൊടുത്തിട്ട് അതിനെ 1 പ്ലേസ് മാറ്റുക. അപ്പോൾ ഇപ്പോൾ ഇതിനെ 2 പ്ലേസ് മാറ്റിയല്ലോ, 1 പ്ലേസ് 2 പ്ലേസ്. അപ്പോൾ ഇവിടെ ആയിരിക്കും 0 വരുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് 0 5 5. അപ്പോൾ ഇവിടെ കിടക്കുന്ന പോയിന്റിനെ 2 സ്ഥാനം ഇങ്ങോട്ട് മാറ്റുക. അപ്പോൾ നമ്മൾ എപ്പോഴും എത്ര പ്ലേസ് ആണോ മാറ്റേണ്ടത് അതിന് നമ്പേഴ്സ് ഇല്ല എങ്കിൽ പകരം അത്രയും 0 കൊടുക്കുക. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ. ഇനി മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ആ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. 5.5 × 100. ഇവിടെ പറഞ്ഞു മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ പോയിന്റ് റൈറ്റ് സൈഡിലേക്കാണ് നീക്കേണ്ടത്.
എത്ര സീറോ ഉണ്ടോ അത്രയും സ്ഥാനം മാറ്റുക. ഇവിടെ 2 സീറോ ഉണ്ട്, അപ്പം നമ്മൾ 2 പ്ലേസ് റൈറ്റിലേക്ക് മാറ്റണം. ഇവിടെ ഈ കിടക്കുന്ന പോയിന്റ് റൈറ്റിലേക്ക് മാറ്റുമ്പോൾ 1 പ്ലേസ് മാറ്റുമ്പോൾ ഇവിടെ വരും. ഇനി മാറ്റാൻ നമ്പേഴ്സ് ഇല്ല, അപ്പം എന്ത് ചെയ്യുക, 0 കൊടുക്കുക. അപ്പം ഇനി 1 പ്ലേസും കൂടെ മാറ്റണം, അതിന് 1 സീറോ കൊടുക്കുക. അപ്പോൾ 1 പ്ലേസ് മാറ്റുക, ഒന്നുകൂടെ മാറുമ്പോൾ പോയിന്റ് ഇവിടെ വരും. അപ്പം അതിൻ്റെ മീനിങ് 550 ഉണ്ട്. ഇവിടെ ലാസ്റ്റ് ആണ് അപ്പോൾ പോയിന്റ് വന്ന് നിൽക്കുന്നത്. ഒരു നമ്പറിന്റെ എൻഡിലാണ് പോയിന്റ് വരുന്നെങ്കിൽ അത് ഇടേണ്ട ആവശ്യമില്ല. അതിന്റെ മീനിങ് 550 ആണ് ഇതിന്റെ ആൻസർ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം പോയിന്റ് റൈറ്റ് സൈഡിലേക്കാണ് നീക്കേണ്ടത്. ഇനി എത്ര സ്ഥാനം നീക്കണമെന്ന് അറിയണമെങ്കിൽ എത്ര സീറോ ഉണ്ടോ അത്രയും പ്ലേസ് ആണ് മാറ്റേണ്ടത്. ഇവിടെ 3 സീറോ ഉണ്ട്, അപ്പം 3 പ്ലേസ് റൈറ്റിലേക്ക് നീക്കുക. അപ്പോൾ ഇവിടെയാണ് പോയിന്റ് ഉള്ളത്. ക്വസ്റ്റ്യനിൽ 1 പ്ലേസ് മാറ്റുമ്പോൾ ഇവിടെ വരും, 2 പ്ലേസ്, 3 പ്ലേസ്. അപ്പോൾ ഇവിടെയാണ് പോയിന്റ് വരുന്നത്. ഇതിൻ്റെ ആൻസർ 3, 2, 2, 1. അതിന് ശേഷം പോയിന്റ് വരും 5. ഇതായിരിക്കും ആൻസർ. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. 4218, അതായത് 4218 ഡിവൈഡഡ് ബൈ 10⁻⁴. ഇവിടെ 4218നെ 10⁻⁴ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം 10⁻⁴ എന്താണെന്ന് അറിയണം. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. 10 എന്ന് പറയുന്നത്, ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് 10⁻1 എന്നാണ്. അതായത് 1 സീറോ ആണ് ഉള്ളത്. ഇതിൻ്റെ വാല്യൂ 10 തന്നെയാണ്. ഇനി നമുക്ക് 10 സ്ക്വയർ നോക്കാം. അതായത് 10⁻². 10 സ്ക്വയർ എന്താണെന്ന് അറിയാമല്ലോ, 100. അതിൻ്റെ മീനിങ് 2 സീറോ ഉണ്ട്. ഇനി 10 ക്യൂബ് ആണെങ്കിലോ 10⁻³ എന്ന് പറയുന്നത് 3 സീറോ വരും. 1 0 0 0. അപ്പോൾ 10⁻⁴ ആണെങ്കിലോ 4 സീറോ വരും. പവറിൽ എത്ര നമ്പർ ആണോ ഉള്ളത് അത്രയും സീറോസ് ഇടുക. അപ്പോൾ ഇതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4218 ഡിവൈഡഡ് ബൈ 1 പിന്നെ 4 സീറോയും വരും. ഇതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡിവിഷനാണ് വരുന്നതെങ്കിൽ, അതായത് ഹരണമാണ് വരുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്കാണ് പോയിന്റ് മാറ്റേണ്ടത്. എത്ര സീറോ ഉണ്ടോ അത്രയും പോയിന്റ് മാറ്റുക. ഇവിടെ 4 സീറോ ഉണ്ട്, അപ്പോൾ 4 സ്ഥാനം മാറ്റണം. അപ്പോൾ ഇതിൽ പോയിന്റ് ഒന്നുമില്ല, അപ്പോൾ അതിൻ്റെ മീനിങ് എൻഡിലാണ് പോയിന്റ് എന്നാണ് ഇതിൻ്റെ മീനിങ്. ഒരു ക്വസ്റ്റ്യൻ പോയിന്റ് ഒന്നും ഇടയിലില്ല എങ്കിൽ അതിൻ്റെ മീനിങ് എൻഡിൽ എന്നാണ്. 4 സ്ഥാനം മാറ്റുമ്പോൾ 1 പ്ലേസ് മാറ്റുമ്പോൾ ഇവിടെ വരും, 1 പ്ലേസ് കൂടി മാറ്റുമ്പോൾ ഇവിടെ, അടുത്തിവിടെ, ഇവിടെ. അപ്പോൾ 4 പ്ലേസ് മാറ്റുക. അതിൻ്റെ മീനിങ് ഇതായിരിക്കും അതിൻ്റെ ആൻസർ, 0.4218. ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ആവശ്യം വരുന്നതാണ്. അപ്പോൾ ഒരു പ്ലസ് എന്നൊരു സൈൻ നമ്മൾ ഈക്വലിൻ്റെ ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഈ പ്ലസ് മൈനസ് ആയി മാറും. എല്ലാവർക്കും അറിയാമായിരിക്കും, ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. മൈനസാണ് ഈക്വലിൻ്റെ അപ്പുറത്ത് പോകുന്നതെങ്കിൽ അത് പ്ലസ് ആയി മാറും. ഡിവിഷനാണ് ഈക്വലിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകുന്നതെങ്കിൽ, മൾട്ടിപ്ലിക്കേഷനാണ് നമ്മൾ ഈക്വലിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകുന്നതെങ്കിൽ അത് ഡിവിഷൻ ആകും. ഡിവിഷനാണ് ഈക്വലിൻ്റെ അപ്പുറത്ത് പോകുന്നതെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആകും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ജസ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ, അതായത് x-3 = 5 ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ ഈ മൈനസ് ആണ് വരുന്നത്. -3 എന്ന് പറയുന്നത് നമ്മൾക്ക് ഈക്വലിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ അത് 5 അവിടെ ഉണ്ട്. ഈ -3 ഈക്വലിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ +3 ആയാണ് മാറുന്നത്. എക്സ് അതുപോലെ എഴുതുക. അപ്പോൾ ഏത് ഫംഗ്ഷൻ ചെയ്യുമ്പോൾ ആയാലും നമ്മൾ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകേണ്ടി വരുന്ന ഒരു കേസ് വരുമ്പോൾ മൈനസ് എന്നുള്ളത് അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആവും. ഇത് x+3 ആയിരുന്നെങ്കിലോ ഈ +3 അപ്പുറത്ത് പോകുമ്പോൾ -3 ആകും. അപ്പോൾ x = 1 അവിടെ ഉള്ളത് അതുപോലെ എഴുതുക. +3 അപ്പുറത്ത് പോകുമ്പോൾ -3 ആയിരിക്കും. അപ്പോൾ ഇത് ചെയ്ത് കിട്ടുന്നതായിരിക്കും ആൻസർ. അപ്പോൾ ഇനി ഡിവിഷൻ ആണെങ്കിലോ, അതായത് x/2 ആണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതെങ്കിൽ ഈക്വൽ ഇപ്പുറത്ത് ഒരു 1 ഉണ്ട്. ഈ ഡിവിഷനായി വരുന്ന നമ്പർ ഈക്വലിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷനായാണ് മാറുന്നത്. x അതുപോലെ എഴുതി, 1 അവിടെ ഉള്ളത് അതുപോലെ എഴുതുക. ഇവിടെ /2 ആയിട്ടാണ് കിടക്കുന്നത്. അതായത് ഈ 2 കിടക്കുന്നത് ഡിവൈഡഡ് ബൈ ഛേദത്തിലായിട്ടാണ് കിടക്കുന്നത്. അത് ഈക്വലിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ ഇൻറ്റു ആയി മാറും, അതായത് അംശത്തിലേക്ക് വരും. അപ്പോൾ ഇവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1/2 ആയിരിക്കും. ഇത് x × 2 ആണ് നമുക്കിപ്പോൾ ഒരു 1 എന്ന് തന്നിരിക്കുന്നതെങ്കിൽ ഈ × 2 ഈക്വലിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ ആകും. അതായത് x അതുപോലെ എഴുതുക. അവിടെയുള്ള 1 നമ്മൾ മാറ്റുന്നില്ല, അതുപോലെ എഴുതി. ഈ × 2 ആണ് ഈക്വലിൻ്റെ അപ്പുറത്ത് പോകുന്നത്. അത് ഈക്വലിൻ്റെ അപ്പുറത്താവുമ്പോൾ ഡിവൈഡഡ് ബൈ 2 ആവും. അപ്പോൾ ഇങ്ങനെയാണ് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പ്ലസ് ഉണ്ടെങ്കിൽ അത് ഈക്വലിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആവും, മൈനസ് ആണെങ്കിൽ പ്ലസ് ആവും, ഇൻറ്റു ആണെങ്കിൽ അത് ഡിവിഷൻ ആകും, ഡിവിഷൻ ആണെങ്കിൽ ഇൻറ്റു ആകും.
അപ്പോൾ മാത്സ് പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പായി ഈ ബേസിക് കാര്യങ്ങളെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കുക. അതിനുശേഷം പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ ഇത് വളരെ ഈസി ആയി തോന്നും. അപ്പോൾ ഇനി വരുന്ന ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ഓപ്പറേഷൻസ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് ചെയ്യാനും എളുപ്പമായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ.